ആ തള്ള എഴുന്നേറ്റില്ലേ? എടിയാ കളക്ടർ എഴുന്നേറ്റില്ല. എന്നെ മൂക്കില്ല കരിയാണോ? അയ്യോ, നിന്റെ മൂക്ക് കണ്ടപ്പോൾ ഓർത്ത് കൊച്ചമ്മയുടെ നാനോക്കാർ കഴിക്കില്ല. ഞാൻ ഇപ്പം വരാം. ചേട്ടാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോൻ എഴുന്നേറ്റില്ലേ? അവൻ ഇന്ന് അവധി ദിവസമല്ലേ, താമസിച്ച് എഴുന്നേക്കുള്ളൂ. ഇവളെ കാപ്പിക്ക് മധുരം ഇട്ടില്ലേ? ചേട്ടാ അത് എന്റെ ചായ അല്ലേ? ഇതല്ലേ ചേട്ടന്റെ ചായ. ചേട്ടാ പ്രതി വീണ്ടും ചാടിപ്പോയല്ലേ? അതെ, ഇന്നത്തെ ദിവസം ടെൻഷന്റെ ദിവസമാണ്. ഈ SP ഒന്നും ആകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. വല്ല ASI ആയാൽ മതിയായിരുന്നു. അതാകുമ്പോ വഴിയെ നടന്നു വല്ല കള്ളുടിമാരെ ഒതിച്ചാ പോരായിരുന്നോ? അല്ല പിന്നെ നിന്നെ പോലെ വല്ല ഡോക്ടർ ആയിരുന്നു ചുമ്മാ കുത്തിക്കുറിച്ചാൽ കൊടുത്താൽ മതിയായിരുന്നു. എല്ലാ ജോലിക്കും അതിന്റേതായ ഉത്തരവാദിത്തങ്ങളും ടെൻഷനും ഒക്കെ ഇല്ല ചേട്ടാ. അത് ശരിയാ, അതൊക്കെ മനസ്സിലായി. ഡാഡി വരുന്നുണ്ട്. മോർണിംഗ് ഡാഡി. മോർണിംഗ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡാഡി. കോഫി. മക്കള് തന്നോളായ താനെന്ന് വിളിക്കണമെന്നാ, അതുകൊണ്ട് അധികം ബഹുമാനം ഒന്നും വേണ്ട, ഇരുന്നോളൂ. അയ്യോ അതുകൊണ്ടല്ല ഡാഡി, മമ്മി വരുന്നുണ്ട്. ഡാഡി ഒന്നുമില്ല, കാപ്പിക്ക് ഭയങ്കര ചൂട്. രണ്ട് മമ്മി വരുന്നോണ്ടല്ല. എടാ ആരുടെ മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്നത്? നിന്റെ ആണോ മൊബൈല്? ചേട്ടാ മൊബൈൽ വൈബ്രേറ്റ് ചെയ്തല്ല, പിന്നെ മമ്മി വരുന്ന കേട്ടപ്പോ ഡാഡിയുടെ മുട്ട് കൂട്ടിയിടിക്കുന്നത് കണ്ട. എന്റെ ഡാഡി കപ്പ് സ്വത്രം വെച്ച് ട്യൂഷൻ കളിക്കാതെ നാണക്കേട്. ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മമ്മി. അല്ല സൂസന്നെ, നിങ്ങൾ ഇന്ന് എത്ര കിലോമീറ്റർ റൺ ചെയ്തു? ഞാൻ 3 കിലോമീറ്റർ. അല്ല 1 കിലോമീറ്റർ. നാളെ മുതൽ അത് 4 കിലോമീറ്റർ ആക്കിക്കൊള്ളാം. ആയിക്കോട്ടെ. ഓ എന്തോന്നടാ നിന്റെ പടം ഇന്നും പത്രത്തിലുണ്ടല്ലോ. ഇന്നും ആ പ്രതി ചാടിപ്പോയി, ആ പാടെ പ്രശ്നമാണ്. മമ്മീനെ ടെൻഷൻ അടിപ്പിക്കാ, നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അതൊക്കെ പോട്ടെ, നിനക്കിന്ന് ഡ്യൂട്ടി ഇല്ലടാ? ഉണ്ട്. എൽസമ്മേ നിനക്കോ? ഞാനിന്ന് ലീവാണ് മമ്മി. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് ഉച്ചയ്ക്ക് ഞാൻ കുളിക്കാൻ പോകും മമ്മി. ഓ എന്റെ ആൻഡ്രൂസേ, നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി നിക്കറിട്ടുണ്ട് ജോഗിങ്ങിന് പോകരുതെന്ന്. സൂസന്നെ ഞാനൊരു കാര്യം പറയാം. എന്ത്? അല്ല നാളെ മുതൽ ഞാൻ ഇത് ഇടുന്നില്ല, പോരെ? അത് മതി. മോളെ അവനെ എഴുന്നേറ്റില്ലേ? ഓ അവൻ ഇത്ര നേരത്തെ എഴുന്നിട്ട് എന്ത് കാണിക്കാനാ? കൂലിയും മേലല്ലാത്തൻ. എന്റെ കുടുംബത്തിന്റെ അന്തസ് കളയാനായിട്ട് ഓരോരുത്തർ കെട്ടിയെടുത്തോണ്ട് വന്നേക്കുക. എന്തിനാ സൂസമ്മ നീ ഇങ്ങനെ പ്രഷർ കൂട്ടുന്നത്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആൻഡ്രൂന് അറിയാൻ പാടില്ലേ? 10 ആനകളുടെ കുടുംബത്തിൽ നിന്ന് എന്നെ ഈ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിട്ടത് എന്തുകൊണ്ടാ? എന്റെ ഗതികേട് കൊണ്ട്. അല്ല പാപ്പനുള്ളത് കൊണ്ട് അല്ല, എന്റെ കുടുംബത്തിന്റെ അത്ര അന്തസ് നിങ്ങൾക്കുള്ളത് കൊണ്ടാ. നീ ഇതിങ്ങനെ എപ്പോഴും പറഞ്ഞു പുകഴ്ത്തണ്ട മോനെ. നിങ്ങൾ അങ്ങനെ വർത്താനം പറയരുത്. നമ്മുടെ ആൺമക്കൾ 2 പേര് കല്യാണം കഴിച്ചില്ലേ, അത് നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് കിളി പോലത്തെ 2 പെമ്പിള്ളേരെ. എന്നിട്ട് നമ്മുടെ മോള് ചെയ്ത പണിയോ? അവളും കൊണ്ടൊന്നില്ലേ കിളി പോലെ ഒരുത്തനെ? ഇതിലെ തേരാപ്പാര ഓടിക്കൊണ്ട് നിന്ന ഒരു ബസ്സിലെ കിളി. അവന്റെ ഇളി കാണുമ്പോ എനിക്കൊന്ന് വെകിളിയാ. മമ്മി അങ്ങനെ വലിയ വർത്താനൊന്നും പറയണ്ട. മമ്മിയുടെ ചിട്ടവട്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ ഉള്ളൂ ഈ കുടുംബത്തില്. ആര്? എന്റെ ഇച്ചായൻ. എന്ത് ചിട്ടവട്ടം? മമ്മി എപ്പോഴും രാവിലെ ഡാഡിനെ ജോഗിങ്ങിന് വിടാറില്ലേ? ഈ ഡാഡിയെ പോലെ ആവണോന്ന് പറഞ്ഞ് എന്റെ ചാനൻ രാവിലെ ജോഗിങ്ങിന് പോയിരിക്കുക. എന്റെ മമ്മിയുടെ ചാത്തനുസരിച്ച് രാവിലെ ഓടിക്കാൻ പറ്റുള്ള പട്ടി മൊത്തമായിട്ട് കടിക്കായിരുന്നു, അറിയോ? എന്റെ മോനെ നിന്നെ പട്ടി അടിച്ചിട്ടോ? എന്നിട്ട് ഞാൻ ഇതുവരെ ഓടിയിട്ട് എന്നെ ഇതുവരെ പട്ടി അടിച്ചിട്ടില്ലോ. ഒരു പട്ടിയായിട്ട് പപ്പേനെ കടിച്ചിട്ട് എന്നാ കാര്യം? മിനിമം ഒരു 60 പട്ടി ഉണ്ടെങ്കിൽ ഇതൊന്ന് കടിച്ചെത്തിക്കാൻ പറ്റുള്ളൂ, അറിയോ? അതെ, ഈ നാട് മൊത്തം ഓടിയിട്ട് ഒരു പട്ടി എന്നെ കടിച്ചില്ല. അവസാനം ഇവിടെ വന്നപ്പോ ഈ വീട്ടിലെ പട്ടി എന്നെ കടിച്ചറിയാവുന്ന. ആ പട്ടിക്ക് നന്ദിയുണ്ട്, അതുകൊണ്ടാ. നന്ദി ഉണ്ടായിട്ടാണോ മമ്മി എന്റെ ഇച്ചായനെ കടിച്ചത്? ഞാൻ ചോറ് കൊടുത്ത് വളർത്തുന്ന പട്ടിയാണോ? അതിന് എന്നോട് നന്ദി ഉണ്ടാവും. ആൻഡ്രൂ എന്തോ നമ്മള് അല്ലല്ല പ്രയർ ടൈം. എടീ നിന്റെ അപ്പനോട് ആ പുറം നടക്കുമ്പോൾ കുറയ്ക്കാൻ കൂടെ ചെയ്യാൻ പറയാം. ഇതൊരു പറ്റിയ അവസരമാണ്. മമ്മിയുടെ പോയിരുന്ന് പ്രാർത്ഥിപ്പിച്ച് ഇല്ല അങ്ങനെയെങ്കിലും ഒരു ഇഷ്ടം തോന്നും. മമ്മിയുടെ സ്റ്റാറ്റസിന് വേണ്ടി എന്തോ കഷ്ടപ്പെടണമെന്ന് അറിയാമോ? ഞാൻ മരിച്ച വിശ്വാസികൾ ആത്മാക്ക് തമ്പ്രാൻ മണ്ണോണത്താ മോഡലിച്ചേരിയുടെ നിത്യതാവ് കർത്താവ് മരിച്ചത് വേണ്ടായിരിക്കണമേ. ആരുടെ അവിടെ മരിച്ചത്? ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാ. എന്റെ പ്രാർത്ഥന മോളെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെയും എന്റെ ആൺമക്കളുടെയും പിന്നെ ഇങ്ങേരുടെയും അന്തസ്സിന് കളങ്കം വരുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തകത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാ അന്ന് ഞാൻ കാണിച്ചു തരാം നിന്നെ. ആൻഡ്രൂ എന്തോ മമ്മി കാണിച്ചു തരും. എന്തിനാ എന്റെ മമ്മീനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? എന്റെ മമ്മീനെ കൊണ്ട് ഞാൻ പറയണോ? വളവളവളാന്നാ തള്ള എപ്പോഴും പറഞ്ഞോണ്ടിരിക്കണ എന്തോ കുഴപ്പമാണോ? എവിടേക്കാ പട്ടി കടിച്ചത്? പട്ടി കടിച്ചത് വാ കാണിച്ചു തരാം. പട്ടി കടിച്ചിട്ട് പട്ടി വായിക്കാത്ത സ്പ്രേ അടിച്ചോണ്ട് വന്നാണ് കടിക്കണേ. നമുക്ക് പോയി കുളിക്കാം. ഞാനേ ബാത്റൂമിൽ പട്ടിയുടെ സോപ്പ് ഇച്ചാന്റെ സോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്റെ വല്യമ്മച്ചി, എന്തെങ്കിലും ചാടിപ്പോയ പ്രതിയെ പിടിക്കാൻ എന്നെ ഒന്ന് അനുഗ്രഹിച്ചേക്കണം. ഓ ഒരുപാട് ടെൻഷൻ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുക. ഒന്ന് കാത്തു രക്ഷിച്ചേക്കണം. മരിച്ചോ വെല്ലുമിച്ച് ഫോട്ടോയിൽ നിന്ന് ഇറങ്ങി പ്രതിനെ പിടിച്ചു തരാം. എന്റെ പൊന്ന് അളിയാ, അവിടെ ചെന്നിട്ട് ആ ഓട്ടോ സ്റ്റാൻഡ് അപ്പുറം പൊളിഞ്ഞ കെട്ടറുണ്ട്, അവിടെ നോക്കി പ്രതിനെ കിട്ടും. എടാ 10-15 വർഷമായി ഞാൻ ഈ യൂണിഫോം ഇടാൻ തുടങ്ങിയിട്ട്. ആണോ? വെറുതെ അല്ല, ഒന്ന് ഊരി കഴുകത്. എന്റെ ചീഞ്ഞ കോമഡി ഒന്നും എന്നോട് വേണ്ട. ഞങ്ങളുടെ പൊന്നാര പെങ്ങൾ നിന്നെ സ്നേഹിച്ച് കെട്ടിയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. അല്ല ഞാൻ നിന്നെ പിടിച്ച് അകത്തിട്ടേനെ. കേട്ടടാ? കേട്ടല്ലോ പിന്നെന്താ?
ഹലോ എസ് ഐ അല്ലേ? ആ ഞാൻ SP ആ. നമ്മുടെ ചാടിപ്പോയ പ്രതിയില്ലേ, അവൻ ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന്റെ പുറകിലെ ആ ഒഴിഞ്ഞ കെട്ടിടത്തിലുണ്ട്. നിങ്ങളൊന്നും അറിയണ്ട, അവിടെ പോയി പിടിച്ചാൽ മതി. ഞാനിപ്പോൾ അങ്ങോട്ട് വരും. ഓക്കെ, ശരി ശരി. എന്താ ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കാതെ അവിടെ ചെന്ന് പ്രതിനെ പിടിക്കാൻ നോക്ക്. ചെറുനെ ഇത് എന്ത് മണ്ടനൊക്കെയാടി. ഞാനൊരു പോഴത്തരം പറഞ്ഞപ്പോൾ അതിന്റെ പുറകെ പോലീസുകാരൻ പിടിച്ചു കൊടുത്തോണ്ട് പോവുക. അത്രയും പോണതിന് മുമ്പ് സിഗരറ്റ് കത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീപ്പെട്ടി തന്നെ അടിച്ചാൽ കാണുമില്ല, വിളക്കം കിട്ടുമല്ലോ. ഒന്നുമില്ല. ആരാ ഈ സൂസനയുടെ അമ്മയുടെ മുമ്പിൽ കത്തിച്ചു വെച്ച് വിളക്ക് കെടുത്തിയത്? സൂസനയുടെ അമ്മയുടെ ഫോട്ടോ മുമ്പിൽ കത്തിച്ചു വെച്ച് വിളക്ക് ആരാ കെടുത്തിയെന്ന്? ഞാൻ കെടുത്തിയതല്ല, തന്നെ കാറ്റ് വന്ന് കെട്ടുപോയതാ. ഞാൻ കാറ്റ് വന്ന് കെട്ടുപോയതാ. കാറ്റ് വന്ന് കെടുത്തിയത് സൂസമ്മയെങ്ങാനും കാണണമായിരുന്നു. അതങ്ങനെ അവിടെ ഇരിക്കട്ടെ, അത് കത്തിക്കാതെ പെണ്ണുങ്ങളാർക്കും വന്ന് കത്തിച്ചോളൂ. പപ്പ ഇതുപോലെ മുട്ടുകൂട്ടി പിടിച്ച് പേടിക്കൽ ഇങ്ങോട്ട് വാങ്ങും. എടാ, ആണുങ്ങളായ കുറച്ച് ധൈര്യവും തൻ്റെ ഒക്കെ വേണം, മനസ്സിലായോ? അത് മനസ്സിലായി, പക്ഷെ ഡാഡി അത് പറഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെന്താ? നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കുമല്ലോ. എടാ, ഞാൻ സൂസനെ പേടിച്ചിട്ടൊന്നുമല്ല, പിന്നെ തടിയൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി എൻ്റെ ഒരു സ്റ്റൈൽ അത്. ആൻഡ്രൂ എന്താ അവിടെ? അല്ല ഒന്നുമില്ല, ഞാനിവിടെ വിളക്ക് കത്തിക്കുന്ന കാര്യം പറയായിരുന്നേ. അതല്ല മമ്മി, ഈ ഡാഡി വെല്ലുവിളിക്കോ മമ്മീനെ? ഞാൻ എന്താ പറഞ്ഞതാ? വെല്ലുവിളിച്ചില്ല. ഞാൻ ഈ ഇവിടുത്തെ നിലവിളക്കാന്ന് പറഞ്ഞതാ. ആ നിലവിളക്ക് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണോന്ന്. എന്റെ പൊന്നാൻഡോ, നീ എന്താ ഈ പറയുന്നത്? ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞു നിന്നോട്? ആൻഡ്രൂ മതി മതി, അവിടെ നിന്ന് സംസാരിച്ചാൽ മതി. ഞാൻ വരിക. ഇവിടെ കിടന്ന് ജീവിക്കാൻ അങ്ങോട്ട് വല്ലോ, പാപ്പാൻ വിളിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഞാൻ അകത്തോട്ട് പോവാ. അകത്തെങ്ങാനും വെച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ തിരിച്ചു പറഞ്ഞ ഞാൻ കാണിച്ചു തരാം. ഒരു ടവൽ. വാഷിംഗ് പൗഡർ നിർമ്മ, വാഷിംഗ് പൗഡർ നിർമ്മ. എന്താ ഒരു ശബ്ദം കേട്ടത്? ഒന്നുമില്ല, ആ കുളിമുറിയിൽ നിന്റെ ആ എപ്പിയുടെ വെണ്ണുമ്പോൾ വീണു തോന്നുന്നു. അയ്യോ, ഒന്ന് പോയി നോക്കിയാലോ? നോക്കണ്ട, അവർക്ക് ഇഷ്ടമല്ല നോക്കണം. അയ്യോ, എന്തെങ്കിലും പറ്റിക്കാണും. ഒന്നും പറ്റില്ല, ഞാനും പോകുന്നില്ല. നിങ്ങൾ എന്തിനാ തലേ തേക്കാനുള്ള എണ്ണ കവളത്ത് തേച്ചോണ്ടിരിക്കുന്നത്? എണ്ണ എന്നടി പതയണത്, കൊള്ളാത്ത എണ്ണ. ഇത്രയും നേരമായിട്ട് കുളിച്ചില്ലല്ലേ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിരിക്കുക. കുളിക്കാവുന്ന ഇതേ ഒരു കാര്യം പറയട്ടെ, ഞാൻ പൈസയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു. എന്റെ മമ്മിയോട് പറഞ്ഞു എനിക്ക് പൈസ വാങ്ങിച്ചു തരാൻ പറഞ്ഞില്ലായിരുന്നു. ഇനിയും പൈസയോ? ഒരു ഇത്തിരി പൈസ വാങ്ങിച്ചാട്ടെ, എനിക്ക് ആ സഞ്ചാരി ബസ്സിലെ കിളിയായിട്ട് പോകാൻ പൈസ വേണമെന്ന്. എന്റെ ഇച്ഛായ, ഈ കുടുംബത്തിന്റെ സ്റ്റാൻഡേർഡ് നോക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മമ്മിയോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ബസ് മേടിച്ച് തന്നല്ലേ. എടി ബസ് കിട്ടിട്ട് കാര്യമുണ്ടോ? റൂട്ട് കിട്ടാതെ എങ്ങനെയാണ് ഓടുന്നത്? റൂട്ട് കിട്ടിയിട്ട് ഇപ്പൊ എന്തിനാ? അതിൽ പിന്നെയും കിളിയായിട്ട് പോകാനല്ലേ. എടി ഇതിൽ ഓണറായിട്ട് നിൽക്കുന്ന ഒരു സുഖമൊന്നുമില്ല. ബസ്സിന്റെ ഫ്രണ്ടിൽ ഡോറി കയറി എന്നിട്ട് ആ കൂട്ടമണിയൊക്കെ അടിച്ച് നിൽക്കുമ്പോൾ വരുന്ന സുഖം എന്നറിയാം. തന്നെയല്ല, സഞ്ചാരി ബസ് പറഞ്ഞാൽ ഇതിലാണെന്നറിയാമോ നിനക്ക്? 4 കോളേജുള്ള റൂട്ടിക്കടെ ഭയങ്കര തിരക്കാ. നിനക്കറിയാലോ എന്റെ രസമൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോവണ്ടെന്ന്. അതുമല്ല ഈ ചായ, എന്റെ ചേട്ടന്മാരുടെ സ്റ്റാൻഡേർഡ് ഒക്കെ നോക്കണ്ടേ? എന്റെ ചേട്ടന്മാരുടെ സ്റ്റാൻഡേർഡ് ഒന്നും പറയണ്ട. ഇപ്പൊ ഇവിടുന്ന് SP ഇറങ്ങി പോയില്ലേ? ആരെ കണ്ടാലും അപ്പൊ തന്നെ ഇങ്ങനെ സല്യൂട്ട് അടിക്കുന്ന ആളാണ് ഈ SP. അതാണ് സ്റ്റാൻഡേർഡ്. അതെ, വിലയുള്ളവരെ കാണുമ്പോൾ അങ്ങനെ സല്യൂട്ട് ഒക്കെ അടിക്കും. വിലയുള്ളവരോ? എന്നെ കണ്ടാലും സല്യൂട്ട് അടിക്കുന്ന ആൾക്കാരുണ്ട്, അറിയാവുന്ന നിനക്ക്? ആ ഈഗിൾവാറെ സെക്യൂരിറ്റി തന്നെ എപ്പോ കണ്ടാലും സല്യൂട്ട് അടിക്കും. ഒരു 10 രൂപ ഡ്യൂട്ടിയെ കയ്യിലേക്ക് കൊടുത്താൽ 3 സല്യൂട്ട് ഒന്നിച്ചടിച്ചിട്ട് പുള്ളി കൈ താഴെ. നിങ്ങൾ ഈ പാൻറ്റൊക്കെ ഒന്ന് ഇറക്കിയിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡിൽ നിന്ന് ചേർത്തില്ല. ഇറക്കിയിട്ടല്ലോ. പിന്നെ തന്നെയല്ല, നിന്റെ ആങ്ങളമാര് അവന്മാരെല്ലാം ഭാര്യമാര് പറയണ മാത്രമേ കേൾക്കുള്ളൂ. ഞാൻ അങ്ങനെയാണോ? പിന്നെ നിങ്ങൾ എങ്ങനെയാ? ഞാൻ നീ പറഞ്ഞ മാത്രമല്ലേ കേൾക്കാറുള്ളൂ. പിന്നെ നിന്റെ അമ്മ പറഞ്ഞതും 2 പേര് പറഞ്ഞ മാത്രമേ കേൾക്കാറുള്ളൂ. അറിയോ? പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വാ, ഞാൻ പൈസ ഒക്കെ ശരിയാക്കാം. പൈസ ഒക്കെ ശരിയാക്കാം. ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് പാട്ട് പാടി നിന്റെ തൊണ്ണേരം പോയിട്ട് ചത്തു പോകും കേട്ടോ. പോയം പഠിച്ചതാ. പോയം പഠിച്ച് നീ ഇപ്പൊ ഒരു പോക്ക് പോയാനല്ലോ. ഇതെന്നെ ഈ ലെസൺ ഒന്ന് പറഞ്ഞേ. ലെസോ? ലെസൺ പാഠം. എടാ, ഈ ലെസനൊക്കെ വിട്ടാരേ, നീ ഇതൊന്നും പഠിക്കണ്ടെന്നേ. എൻ്റെ മക്കളെയൊക്കെ കൊണ്ടുവന്ന് വലിയ കളക്ടർ എഞ്ചിനീയർ ആക്കണമെന്ന് പറഞ്ഞ് അവർ കൊണ്ടുവന്ന് സ്റ്റാറ്റസ് നോക്കി ബോഡിയും കൊണ്ടു നിർത്തി പഠിപ്പിച്ചേക്കെ. എനിക്കിപ്പോൾ കിളിയാക്കാൻ ഒരു പയ്യനില്ല. നീ എൻ്റെ കൂടെ പറയുന്നത് എന്നെ ഒരു നല്ല കിളിയാക്കും. ഒന്ന് ഊതിക്കേ. കണ്ടോ, ഇങ്ങനെ ഊതിയാൻ നിൽക്കും. 2 ഊത്ത് ഊതിക്കേ, നല്ല കിളിയായിട്ട് വരും. നീ മനസ്സിലായോ? എനിക്ക് ഈ ഐ ലവ് യുന്റെ അർത്ഥം എന്ന് പറഞ്ഞേ. എന്നത്തിന്റെ ഐ ലവ് യു? നീ കിളിയാ, ഉറപ്പാ. നിനക്ക് പറ്റിയത് കിളിയാ. എടാ, ഐ ലവ് യു എന്ന് പറഞ്ഞാൽ നിന്റെ ഒരു സംശയം തീർത്തുതരാൻ എൻ്റെ ഉത്തരവാദിത്തമാണ് മാമൻ എന്നുള്ളതിൽ. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഐ ലവ് യു, നിന്നെ എനിക്ക് ഇഷ്ടമാണ്. എന്റെ സാറേ, വലിയ വീട്ടിലെ സാറന്മാരൊക്കെ ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാ പറയുന്നത്. അവസാനം എന്തെങ്കിലും അബദ്ധം പറ്റി കഴിയുമ്പോൾ നിങ്ങളൊക്കെ കൈമലത്തും. പിന്നെ ഞാൻ വേണ്ട ഇതും കൊണ്ടൊക്കെ നടക്കാൻ. നമ്മൾ തമ്മിൽ അങ്ങനെയുള്ള ബന്ധമൊന്നും വേണ്ട. അല്ല, ആൾക്കാർ അതും ഇതൊക്കെ പറയെങ്കിലും ഞാൻ അത്തരക്കാരിയൊന്നുമല്ല സാറേ. എന്നാടാ ഇവിടെ കിടന്ന് ബഹളം? ഒന്നുമില്ല, ഐ ലവ് യു. എന്നതാടി? അല്ലെന്നേ എന്റെ പൊന്നു കൊച്ചുമ്മ, ഞാൻ ദേ ഇവിടെ നിന്ന് പ്ലേറ്റ് തുടക്കുമായിരുന്നു. അപ്പൊ ഈ സാർ എന്നെ വേണ്ടാത്തതിനൊക്കെ നിർബന്ധിക്കുന്നു. ഞാൻ അതൊന്നും പറഞ്ഞില്ല. നീ കുഞ്ഞൊരു സംശയം ചോദിച്ചടാ മോനെ,
സത്യം പറഞ്ഞാൽ എൻ്റെ കുടുംബം കലക്കും. ഈ കുഞ്ഞു പറയും എന്നാടാ ഇവിടെ നടന്നത്? ആ അതെ ഗ്രാൻഡ്മ, ഞാൻ ഈ പോയം പഠിക്കാനായിട്ട് ഇങ്ങനെ വന്നതാണേ. അപ്പൊ ഈ മാമ ഇവിടെ ഇന്നേ ഈ ആന്റീനെ ഇങ്ങനെ വായി നോക്കിയിരിക്കുക. എന്നിട്ട് പറയുവാ ഐ ലവ് യു, നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു മാമ ഇങ്ങനെയൊക്കെ ചെയ്യാവോ, ഞാനൊരു കൊച്ചു കുട്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമല്ലേ മാമ എന്ന് പറഞ്ഞപ്പോ പറയാണേ, ഇതൊക്കെ പഠിച്ചിരിക്കണം, ഭാവിയിൽ നിനക്ക് ഉപകാരപ്പെടും കിളിയാവുമ്പോ. ഇല്ലേ നിന്റെ ഹസ്ബൻഡിന്റെ സ്വഭാവം മതിയായി. ഇല്ലെന്ന് ഇല്ല നീ നിന്നു. എടി, എടി, നിന്നേ നിന്നേ ഒരു കാര്യം. എടാ ഞാൻ നിന്നോട് ഇതാണ്ടാ പറഞ്ഞത് എന്നോട്. ഒരു പഞ്ചൊക്കെ വേണ്ടേ? നിന്റെ പഞ്ച് ഇന്ന് കണ്ടോ, ഇന്ന് എന്റെ പുറത്തായിരിക്കും നിന്റെ പഞ്ച്. പാടി ഏലം എന്നാ നിനക്ക് വലിച്ചു കയറ്റണം. പോ ഏലം എന്നാലും സാറിന് ഇത് എന്നോട് പറയാൻ തോന്നി. ഒന്ന് പോ. എന്ന് തന്നു എന്നാടി ചിലപ്പോ ഒന്ന് ശരിയാക്കാൻ പാടില്ലേ? ചിലൊക്കെ ശരിയാക്കാന്നേ. ഓ എന്താ നാണാവുന്നു. പിടിക്കലേ പിടിക്കലേ. അല്ല, ഇത് ശരിയാക്കി വെച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഓ ഹലോ എന്താ എങ്ങോട്ടാ വഴിമാറിപ്പോയതാ. എന്റെ മമ്മ ഈ വീട്ടിലൊരു പ്രൈവസി ഉണ്ടോ? പ്രൈവറ്റ് ബസ് ആണോ? എന്നാ സഞ്ചാരി മതി, അതിനകത്താകുമ്പോ പാട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള വണ്ടി പോകും, അല്ല ഞാൻ ഇങ്ങനെ. വെച്ച് ഒന്ന് മതി കേട്ടോ. അതല്ല, ഒരു 5-6 കൂടി അങ്ങട് എടി ഒന്ന് മതിയെന്ന്. ഓ പിന്നെ എല്ലാരും ചോദിക്കുവാ എന്റെ ബെറ്റ്സി എന്നും ഈ മുരിങ്ങക്കറി. മറന്നുപോയി ചേട്ടാ. മുരിങ്ങക്കോല് സാമ്പാർ വേറെ കറിയൊന്നുമില്ലേ? അതല്ല, മുരിങ്ങക്കുല ഞാൻ ഏലിയമ്മനോട് പ്രത്യേകം പറഞ്ഞു ഇടിച്ചതാ. അതെ എന്താന്നാ പറയാൻ വന്നേ, എല്ലാരും ചോദിക്കാം വിശേഷമൊന്നും ആയില്ലേ, വിശേഷമൊന്നും ആയില്ലേ. ആ ഓഹോ, പിന്നെ നമ്മള് രണ്ടും ഡോക്ടേഴ്സ് ആയതുകൊണ്ട് എല്ലാവരും എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നേ. എനിക്ക് ഈ ആവശ്യങ്ങൾക്കൊക്കെ പോയി ഈ ചോദ്യം കേട്ടിട്ട് മടുത്തു. മമ്മിയോട് ഞാൻ പറഞ്ഞോളാം ഇത് ഞാൻ എങ്ങും വരുന്നേ. ചേട്ടൻ കഴിക്ക്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അപ്പൊ തന്നെ എനിക്ക് അങ്ങോട്ട് പോവും. എടീ വന്നേ. കുട്ടികളില്ലാത്തതുകൊണ്ട് എനിക്ക് വിഷമമില്ലെന്നാണ് നീ ഓർത്തോണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് മമ്മിയോട് നുണ പറഞ്ഞ് എന്തിനാ ലീവ് എടുത്തതെന്ന് അറിയാവോ? എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു തൊടുപുഴയിൽ ഒരു സിദ്ധനുണ്ട്, അദ്ദേഹം പൂജിച്ചിരുന്ന ചില പ്രസാദം, അതായത് ഉണ്ണിയപ്പം, അത് കഴിച്ചാൽ കുട്ടികളുണ്ടാവുമെന്ന്. ഇത് നമ്മുടെ മെഡിക്കൽ എത്തിക്സിനും നമ്മുടെ കുടുംബത്തിൻ്റെ വിശ്വാസത്തിന് എതിരാണെന്നറിയാം. പക്ഷേ എന്നാലും നമുക്കിതൊന്നും കൂടെ നോക്കാം. പക്ഷെ ഒരു കാര്യം, ഞാനും നീ അല്ലാതെ വേറെ ആരും ഇത് അറിഞ്ഞേക്കരുത്. മമ്മിയും പപ്പയും അറിഞ്ഞേക്കല്ലേ. എന്തായാലും ഞാനിന്ന് തൊടുപുഴയിൽ പോകുന്നുണ്ട്, ആ ഉണ്ണിയപ്പം ഇന്ന് വാങ്ങിച്ചോണ്ടേ വരുള്ളൂ. ഓക്കെ? എന്തെങ്കിലും ഒരു കാര്യത്തിന് മുമ്പ് ഒന്ന് ചിരിക്കേ. ഓക്കെ ഡൺ. ഒരു വീട്ടിലോട്ട് വരുമ്പോഴത്തേനാണോ നിന്റെ ആൻഡോ പി പി കിളി? ആ ഇത് തന്നെ വീട്. ഓ എന്റെ സെറ്റപ്പാടാ ഇവന്റെ ജീവിതം. ഒയ്യോ അവിടെ താമസിച്ച പോലെയല്ലോ കേട്ടോ. ആൻഡോയെ ആൻഡോ ആൻഡോപ്പ മുനിയറല്ല പാപ്പ. അയ്യോ ഈ പേട്ടി ശബ്ദം കേട്ടപ്പോ എനിക്ക് തോന്നി എന്റെ സ്വന്തക്കാരോ വന്നിട്ടുണ്ട്. പാപ്പേ പാപ്പ ഇങ്ങോട്ട് വന്ന ആരെങ്കിലും കണ്ടോ? ആ പട്ടി മാത്രമേ കണ്ടോ. പട്ടി ആരോടും പറയത്തില്ല. നമുക്ക് പെട്ടെന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ട് 2 മണിയുടെ ബസ്സിന് പോവുകയും ചെയ്യാം. നീ എന്തിനാ എന്റെ വീട്ടിൽ കളിക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുവന്നു? ഞാൻ കാര്യം പറയാൻ വന്നതല്ലേ. അല്ല പാപ്പേ നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോയി എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് പാപ്പയ്ക്ക് പോവുകയും ചെയ്യാം. അപ്പൊ പിന്നെ എനിക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് സൗകര്യമായിട്ട് അവിടെ നിന്ന് കാപ്പിയെ കുടിച്ച് പോവുകയും ചെയ്യാം. ഞാൻ വന്നൊരു കാര്യം പറഞ്ഞിട്ട് വേണ്ടേ പോകാനായിട്ട്. എടാ അടുത്ത മാസം 22-ാം തീയതി എന്റെ മൂത്ത പെങ്ങളുടെ മോടെ കല്യാണം, മറിയ കുട്ടി ചേച്ചിയുടെ മോളുടെ. പറഞ്ഞോ? അതിന് നീ വരണം, നിന്നെ ക്ഷണിക്കാൻ അവള് പ്രത്യേകം പറഞ്ഞു വെച്ചിരിക്കും. ആ ക്ഷണിക്കുകയും ചെയ്തു, ഞാൻ വരുകയും ചെയ്തു. അന്ന് നമുക്ക് പോവാം. അങ്ങനെ പോവാൻ പറ്റാ. ഇവൻ ഞാൻ ഇവന്റെ സ്വന്തം ആളവനെ. ഇതേതാ ഇത് മറ്റേ എന്റെ ഭാര്യ. ഭാര്യയോ? എന്നിട്ട് നീ മറ്റേ കോളനി താമസിച്ചാ മറ്റേ രാധയായിട്ടുള്ള പ്രേമത്തില് അതിനെക്കാളും നല്ല ഈ കാർന്നറിയാ എന്റെ പാപ്പ. ഇതെന്റെ ഷെറിന്റെ ഡാഡിയാന്ന്. ആരാ? ഷെറിന്റെ പാപ്പ. നമ്മൾ അപ്പച്ചാന്ന് വിളിക്കില്ല, അതാണ്. ആ നിന്റെ അമ്മായി അച്ഛൻ. ഈ കാർന്നവരെ കൊണ്ടുവരണം, നീ എന്നോട് നേരത്തെ ഒന്ന് പറയണം. ഒരു 5 കിലോ പോത്തിറച്ചിയും കൂടെ നമുക്ക് അവിടെ സെറ്റപ്പ് ചെയ്യണം. എന്നെ തീറ്റിയാണ് ഇതൊക്കെ. പാപ്പയോട് നിന്ന് ഞാൻ ഇപ്പൊ വരാൻ. എടാ നമ്മൾ എപ്പോ കണ്ടാലും 2-3 മണിക്കൂർ നിന്ന് വീട്ടുവിശേഷവും
നാട്ടുവിശേഷവും പറഞ്ഞ് ആ ബാറിക്ക് 2 അടിച്ചേക്കല്ലേ പോവുള്ളൂടാ. ഓന്റെ വാപ്പേ വാൻ വരാം, ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടു വിടാം. ഇവനെ വലിയ സെറ്റപ്പാ. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒരു 110 രൂപയുടെ അടിപൊളി സാധനം മേടിച്ച്. വെള്ളം ഉണ്ടാവാ? ഓ, വെള്ളം വേണ്ട. ഒഴിച്ചു വെച്ചാലേ ഇത് കഴിക്കും. ഇതെന്നത് ഇവിടെ ഇതൊന്നും അമ്മ വരും മമ്മി വരുന്നു. ഇത് ഇവിടെ ഒന്നും ചെയ്യില്ലെന്ന്. അയ്യോ പോലീസ്! പാപ്പ ഞാൻ പറയും. അയ്യോ എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ വൃത്തികെട്ട ബന്ധുക്കളെ ഈ വീട്ടിൽ വിളിച്ച് കയറ്റരുതെന്ന്. എടാ പൊക്കാണ് നിന്നെ ഞാൻ ശരിയാക്കി ഞാൻ പറഞ്ഞേക്കാം. ആഹാ, ധാരണത് പാപ്പ അവന്റെ ഒരു പാപ്പയും ഒരു പീപ്പിയും. ആ ശരിയാക്കി ഞാൻ നിനക്ക്. ഹലോ, ആ അതെ അതെ, SP ആണ്. റെഡിയായോ? കിട്ടിയോ? ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് പോകാം, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വീട്ടിൽ കയറിയതേ. ഓക്കെ. അത് മോനെ കളിക്കുവാണോ? ഇളയപ്പന്റെ കയ്യിലെന്താ? ഇളയപ്പന്റെ കയ്യിലൊന്നുമില്ല. എന്തോ ഉണ്ട്. ഇല്ലടാ. വേണോ? എടാ ഇല്ലടാ, ഇളയപ്പന്റെ കയ്യിലൊന്നും. എനിക്ക് വേണം. അളിയ ആന്റോ ഒന്നും മേടിച്ചു തന്നത്. അളിയ ആന്റോന്ന് കല്യാണം കഴിച്ച് ഇത്ര നാളെ ഞാൻ ബെറ്റ്സിക്ക് മേടിച്ചോണ്ട് വന്ന മരുന്നാണെന്ന്. എടാ കുഞ്ഞെ, മരുന്ന് അവിടെ കൊണ്ടു നോക്കിയാ തന്നെ ഫ്രിഡ്ജോ. എടാ അളിയ എന്നത് ഇത് എടുക്കല്ലേ, മരുന്നാ നമ്മൾക്ക് കൊണ്ടുവന്ന മരുന്നാന്നേ. മരുന്നോ? എടുക്കല്ലേ. ഇതാണോടാ മരുന്ന്? ഇതാണോ അളിയാ മരുന്ന്? ഇതൊക്കെയാണോ നിങ്ങളുടെ സ്റ്റാറ്റസ്? ഇതിലൊക്കെ എത്ര സ്റ്റാറ്റസ് ഉണ്ട് എന്റെ വീട്ടുകാർക്ക്? നീ കണ്ടോടി കരയുന്ന വേറൊന്നുമില്ല. ഈ കുഞ്ഞിനെ ഉണ്ണിയപ്പം ചോദിച്ചിട്ട് പോയി അളിയും കൊടുത്തില്ലെന്ന്. എടി അത് മരുന്നാണ്. എന്നെ മരുന്ന്? ഉണ്ണിയപ്പാണോ മരുന്ന്? അവന് കൊടുക്കുന്നേ. അതെ ചായ, ചേട്ടനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അകത്തൊരാൾ ഇരിപ്പുണ്ടല്ലോ, ചേട്ടത്തി പറഞ്ഞാ മതി. നീ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത് കേട്ടാ. ഇന്നൊന്നിനെ തുടങ്ങിയ പരിപാടിയൊന്നുമില്ല. കൊറേ നാളായി തീറ്റ സാധനം കൊണ്ടുവന്നിട്ട്. കണ്ട കിളീനൊക്കെ കെട്ടിക്കൊണ്ടുവന്ന് ഈ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് കളഞ്ഞ നീയല്ലേടി? നിർത്തണം. ഞാൻ ചോദിച്ചോട്ടെ, മുക്കിന് ഊളിയാ പോരാ. മക്കളുടെ സ്റ്റാറ്റസുകളെ കാണുന്നത് കണ്ടോ? ഒരുത്തൻ ഈ കുഞ്ഞിന് പോലും കൊടുക്കാതെ ഉണ്ണിയപ്പം കൊണ്ടുവന്ന് തിന്നുക. ഇതൊക്കെയാണ് ഒരു സ്റ്റാൻഡേർഡ്. എന്റെ ഒന്നും കുടുംബത്തിൽ ഇങ്ങനെയല്ല. ഏലമ്മ ബസ്സിൽ പിടിച്ചേ. മമ്മി നീ പിടിച്ചേ. അതാ കൊടുക്കല്. പിന്നെ അതന്നെ മമ്മി മമ്മി എന്നാടാ കുഞ്ഞാ നിനക്ക്? ഇനി തിന്നോ തിന്നായിരിക്കോ എന്തുവാണെന്ന് ചോദിച്ചു. അതെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. എല്ലാവർക്കും കാര്യങ്ങളെല്ലാം തൃപ്തിയായല്ലോ? എന്നാ എല്ലാവരും വെക്കാം. പൊറോട്ട ഇനി ആരും കയറാനില്ലല്ലോ. ലേറ്റ് ഓഫ് ചെയ്തോട്ടോ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. എന്നാ പറ്റിയേ? എന്നാ സത്യം ഞാൻ പറഞ്ഞില്ലേ ഉണ്ണിയപ്പം കഴിച്ച വിശേഷം ഉണ്ടാവുന്നത്. ഓടല്ലേ. ഈ സമയത്ത് അനങ്ങാൻ പാടില്ല. നമ്മൾ പ്രത്യേകം കെയർ ഉണ്ടാവണം. ഈ സമയത്ത് നല്ല പുളിയുള്ള നാടൻ മാങ്ങ ഞാൻ എടുത്തോണ്ട് വരാം. അയ്യോ അമ്മ എന്റെ പൊന്നു മക്കളെ എന്താണെന്നറിയത്തില്ല, വെളുപ്പിനെ 5 മണിക്ക് തുടങ്ങി വൊമിറ്റിംഗ്. ഡാഡി ഇന്ന് ഓടാൻ പോലും പോകാതെ ഛർദ്ദിച്ച് ഈ പുള്ളിക്കാരത്തി തിരുമ്മി നടുവിന്റെ കണ്ണി വിട്ടുപോയി. ആണല്ലേ? ഇത് തന്നെയായിരുന്നു എന്റെ പരിപാടി. ആ മോനെ, നീ എന്താ മമ്മിക്ക് എന്തോ ഇന്നലെ സാധനം കൊടുത്തു പറഞ്ഞു? ഞാനല്ല ഡാഡി, ഈ അളിയനാ. ഞാനെന്നാ കൊടുത്തെന്നാ ഒന്നും കാണിച്ചില്ലേ?
മമ്മിയും ഡാഡി എന്നോട് ക്ഷമിക്കണം. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ഒരു സിദ്ധം പൂജിച്ചെന്ന് ഉണ്ണിയപ്പം ഞാൻ ഈ എന്റെ ബെഡ്സിക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന അത് ഈ അളിയൻ മേടിച്ച് ഇവിടെയുള്ള സകല പെണ്ണുങ്ങൾക്ക് ഈ അമ്മ അടക്കം കൊടുത്തു. അതാ ഈ വീട്ടിൽ വിശേഷം ഉണ്ടായിരിക്കുന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ എന്റെ കുടുംബത്തിലേക്ക് ഇരട്ടി ആയിരിക്കുള്ളൂ. കാരണം ഞാൻ 2 കൊള്ളാലോ, ഇവിടെ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അതെ അതെ. അളിയ ഒരു വിശേഷമുണ്ട്, എല്ലാരോടും കൂടി പറയാണ്. എനിക്കൊരു പ്രൊമോഷനുള്ള സാഹചര്യം റെഡി ആയിട്ടുണ്ട്. ആണോ? ആ. സന്തോഷാണല്ലോ സാറേ. ഈ വീട്ടിൽ മിക്കവാറും ഉണ്ടല്ലോ ബ്ലസ്സി സാറ് വരാൻ സാധ്യതയുണ്ട്. അതെന്താ? ഈ പ്രസവമൊക്കെ എടുക്കാൻ വേണ്ടി. സാറേ ഞാൻ കാര്യം പറയട്ടെ, എന്താ ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ അമ്മ ഉൾപ്പെടെ എല്ലാവർക്കും വിശേഷം ഉണ്ടല്ലോ. എനിക്കും ഉണ്ട് വിശേഷം. ഡാഡി എന്തേ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. അല്ല മോനെ, അതൊരു ചെറിയ ചേട്ടാ വിഷയം. ഞാൻ പറയാം. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിട്ട് സിദ്ധന്റെ പൂജിച്ചുകൊണ്ടെന്ന് ഉണ്ണിയപ്പം ഇവിടെ എല്ലാവരും കഴിച്ചു. അതാ ഈ വീട്ടിൽ വിശേഷം ഉണ്ടെന്ന് പറഞ്ഞു. ഏത് സിദ്ധന്റെ? തൊടുപുഴയിലെ കരുണാകരൻ സിദ്ധന്റെ. കരുണാകര സിദ്ധനോ? എടാ അവൻ സിദ്ധനല്ല, അവൻ കള്ളനാ. കള്ളനോ? അവൻ പൂജിച്ചു കൊടുത്ത സാധനം കഴിച്ച് 10,500 പേര് ആശുപത്രി സീരിയസ് ആയിട്ട് കിടക്കുവാ. അവനെ പിടിച്ചതിന്റെ പേരിൽ എനിക്ക് പ്രൊമോഷൻ റെഡി ആയത്. അപ്പോഴേ ഈ ഉണ്ണിയപ്പം കഴിച്ച് ഇവിടെ എല്ലാവർക്കും വിശേഷം ഉണ്ടായതോ? അത് വിശേഷമല്ല, അതിന്റെ പേരാണ് ഫുഡ് പോയിസൺ. ആംബുലൻസ്